ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു സ്റ്റോക്കിലേക്ക് സ്വാഗതം. നമ്മുടെ തല അജിത്തിന്റെ ഗുഡ് ബാഡ് അഗ്ലി അതിന്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. ചെയ്തായിരുന്നു. നമുക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു. നമ്മൾ ഒരുപാട് നാളിന് ശേഷം നമ്മുടെ തല അജിത്തിനെ ആ രീതിയിൽ കണ്ടത്. നമ്മള് ഇല്ലേ, പ്രേക്ഷകര് അദ്ദേഹത്തെ എങ്ങനെയാണോ കാണാൻ ആഗ്രഹിക്കുന്നത് ആ രീതിയിലുള്ള ഒരു അജിത്തിനെ നമുക്ക് അതിന്റെ ഒരു ടീസറിൽ കാണാൻ പറ്റി. അദ്ദേഹമാണ് അതിന്റെ ഡയറക്ടർ. അതും കിടിലം പടമായിരുന്നു. മേക്കിംഗ് ഒക്കെ സൂപ്പർ. എന്നാലും അതെ, ആ കൺസെപ്റ്റ് തന്നെ വെറൈറ്റി ആയിരുന്നു. അപ്പം അദ്ദേഹം ഈ പറയുന്നോട്ട് അജിത്തിന്റെ കട്ട ഫാനാണ്. അപ്പൊ ഫാൻ ബോയ് ആണ് ഈ സിനിമ എടുക്കുന്നത്. അപ്പം പുള്ളിയെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാന്നുള്ളത് നമുക്ക് ഈ ഒരു സിനിമ കാണാൻ പറ്റും. എന്ന് വെച്ചാല് ഒരു ഫാൻ ബോയ് എടുക്കുമ്പോൾ നമുക്കറിയാം അദ്ദേഹത്തിന് ഇല്ലേ, എന്ന് വെച്ചാൽ ഫാൻസ് എങ്ങനെയാണോ കാണാൻ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ അജിത്തിനെ ഈ ഒരു സിനിമയിൽ പ്രസന്റ് ചെയ്യിക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. എന്തുകൊണ്ട് നമുക്ക് എന്റെ ട്രെയിലർ കണ്ടു നോക്കാം. ഫസ്റ്റ് തന്നെ വൈബാണല്ലോ. இப்பதான் உங்க வரலாறு எடுத்து பார்த்தேன். நீ பெரிய வெளியில கேள்விப்பட்ட பழைய நான் தாண்டா உனக்கவில்லை கொம்பு so sweet. எங்க அப்பாவை கார்ல இருந்து நடு ரோட்ல தள்ளி விட்டதே அவர்தான். தம் எனக்காக விட்டேன், சரக்கு என் வயசுக்காக விட்டேன், என் பையனுக்காக விட்டேன். ஆனா என் பையனுக்கு ஒண்ணு நான் வீட்டை தொட்டுதான் ஆகணும். வழி விடுறேன். 10 கிலோ கறி வேணும் பாய். இருங்க பாய். சார், உங்க கார்டு மேல ஒரு 16 நம்பர் இருக்கும். அந்த 16 நம்பர் கொஞ்சம் சொல்றீங்களா சார்? அவன் பயத்துக்கே பயம் காட்டுறேன். கை இருக்கும், கால் இருக்கும், மூக்கு இருக்கும், மொழி இருக்கும், ஆனா உயிர் ரொம்ப வருஷம் ஆச்சுல. പ്യുവർ എന്റർടൈൻമെന്റ് അല്ലേ. ടീസർ കണ്ടതിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ടീച്ചറിനെ വേണ്ടി ഒരുപാട് നമുക്ക് ട്രെയിലർ ഇഷ്ടപ്പെട്ട്. ഭയങ്കര എന്റർടൈൻമെന്റ് പടം. എന്ന് വെച്ചാൽ ഈ നമ്മൾ മാർക്ക് ആന്റണി കണ്ട നമുക്കറിയാം ഭയങ്കര ഫാസ്റ്റ് ആ പടം. കട്ട്സ് ഭയങ്കര കളർ ഗ്രേഡ് ഫീൽ ചെയ്യുന്നു. കളർ ഗ്രേഡ് ഒക്കെ സൂപ്പർ. പിന്നെ ഇതിനകത്ത് ഇപ്പൊ ഈ കുറെ ഇപ്പം ഈ ചേസിങ് സീൻ ആണെങ്കിലും ബ്ലാസ്റ്റ് ചെയ്യുന്ന സീൻ ആണെങ്കിലും അതൊക്കെ അന്യായമാണ്. പിന്നെ മാസീൻസ്, പിന്നെ നമ്മുടെ തല അജിത്തിന്റെ ആ ഒരു പ്രസന്റ് അല്ലേ, ആ ഒരു എന്താണ് സ്ക്രീൻ പ്രസൻസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ശരിക്കും കാണുന്നത്. പുള്ളിയുടെ കുറെ സീൻസിനകത്ത് കട്ട്സിനകത്ത് കാണിക്കുന്നത് ഡയലോഗ് ഡെലിവറി ഒക്കെ നമ്മള് അജിത്തിന്റെ എങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് ഈ പടം ശരിക്കും പ്ലാൻ ചെയ്തേക്കുന്നത്. ഇപ്പൊ എന്റർടൈൻമെന്റ്, ഇപ്പൊ കോമഡീസ് ഉണ്ട്. എനിക്കൊന്ന് മാർക്ക് ആന്റണി വൈബ് തന്നെ ആയിരിക്കും ഈ പടം. നല്ല കോമഡി ഉണ്ട്, ആക്ഷൻ സീക്വൻസ് ഉണ്ട്, പിന്നെ കൂടുതൽ ത്രില്ലിംഗ് ആയിട്ടുള്ള മൊമെന്റ്സ് ഒക്കെ ഉണ്ട് ഈ സിനിമയിൽ. നമുക്ക് ഈ ട്രെയിലറിനകത്ത് തന്നെ കാണാൻ പറ്റും പ്യൂർലി ഒരു എന്റർടൈനർ തന്നെ. ചെറുപ്പം കാണിച്ച പയ്യനെ, പിന്നെ നമ്മുടെ ഷൈൻ ടോം ചാക്കോ ഇല്ലേ, പ്രഭു, അവർക്കൊക്കെ നല്ല റോള്. ഷൈൻ ടോം ഇതിനകത്ത് ഉറപ്പായിട്ട് പൊളിക്കും എന്നുള്ള കാര്യം ഷുവറാണ്. എന്ന് വെച്ചാല് ആ ഒരു ചെറിയൊരു സീൻ കാണിക്കുന്നതിന് അടിപൊളിയാണ്. ആ ഒരു തോക്കുകൊട്ടൊക്കെ വരുന്ന സീൻ സൂപ്പറാണ്. പഴയ അജിത്തിനെ അതെ അതെ, മിക്സ് ചെയ്ത് കാണിക്കുന്നത്. അപ്പം പഴയ അജിത്ത് എന്ന് വെച്ചാൽ നമ്മള് ഒരുപാട് നാളായി അങ്ങനെ ഇല്ലേ. അപ്പൊ പഴയ രീതിയിലുള്ള നമ്മളെ ആ ഒരു തലയെ കണ്ടിട്ട് കുറെ നാളായി. അപ്പൊ ഇത് ഉറപ്പായിട്ട് ഫാൻസുകാർക്ക് ശരിക്കും അർമാദിക്കാൻ പറ്റുന്ന ഒരു കിടിലം സാധനമാണ് വരാൻ പോകുന്നത്. ഏപ്രിൽ 10 എനിക്കൊന്ന് ഒരുപാട് സിനിമകൾ വരുന്നുണ്ട്. ഇപ്പം പിന്നെ ആലപ്പുഴ ജിങ്കാന വരുന്നുണ്ട്, പിന്നെ ബസൂക്ക വരുന്നുണ്ട്. അതിന്റെ കൂടെ ഈ ഒരു പടം. അപ്പം എല്ലാം കൂടെ മിക്സ് ആയ ഒരു അവിയൽ പരുവത്തിലാണ് വരുന്നത്. പക്ഷെ സംഭവം എല്ലാത്തിന്റെയും ട്രെയിലറും ടീസറും കണ്ട് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാം സൂപ്പർ സംഭവം തന്നെയാണ്. എന്തുവായാലും വെയിറ്റ് ചെയ്യാം. ഫാൻസുകാർക്ക് അർമാദിക്കാനുള്ള സംഭവം എല്ലാം ഇതിനകത്ത് കാണുന്നുണ്ട്. എന്തുവായാലും അജിത്തിന്റെ ഒരു ഏറ്റവും വലിയ ഹിറ്റിലേക്ക് ഇത് മാറുമെന്നുള്ള കാര്യം ട്രെയിലറിൽ തന്നെ നമുക്കൊരു ക്ലൂ തന്നിട്ടുണ്ട്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്ന് പറഞ്ഞാൽ നിർത്തുന്നു. ഓക്കെ, ബൈ.